തൻ്റെ കയ്യിൽ കുരിശടയാളമുള്ള ഒരു വടിയുമേന്തി ലോഹയും തൊപ്പിയും ധരിച്ചുകൊണ്ടുള്ള കടമറ്റത്ത് കത്തനാരുടെ ആ ഒരു രൂപം ഒട്ടുമിക്ക എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ പതിഞ്ഞ ഒന്നാണ്. നമ്മൾ 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയാണ് കടമറ്റത്ത് കത്തനാറിനെ കുറിച്ചുള്ള കഥകൾ അല്ലേ? ശരിക്കും ആരായിരുന്നു കടമറ്റത്ത് കത്തനാർ? വളരെ പഴക്കം ചെന്ന താളിയോല ഗ്രന്ഥങ്ങളിൽ സാക്ഷാൽ കത്തനാരുടെ തന്നെ കൈപ്പടയിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെയും അതുപോലെ തന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലൂടെയും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. നമുക്കിന്ന് കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് ഒന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. കുട്ടിക്കാലത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും നഷ്ടപ്പെട്ട പൗലോസ് ഒരു കുടിലിൽ അനാഥനെ പോലെയാണ് ജീവിച്ചിരുന്നത്. തൻ്റെ ഓരോ രാത്രികളും ഓരോ പകലുകളും വിശപ്പിലും ഏകാന്തതയിലും ആ ബാലൻ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം തൻ്റെ ഉദരത്തിൽ നിറയെ വിശപ്പും അതുപോലെ തന്നെ കണ്ണിൽ കണ്ണീരുമായി ആ ഒരു ബാലൻ തൻ്റെ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നടക്കാം, ഒറ്റയ്ക്കിരുന്ന് മടുത്തു, നല്ല വിശപ്പ്. അങ്ങനെ തൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് പൗലോസ് പതുക്കെ ഇങ്ങനെ നടന്നു. ഒറ്റ നോട്ടത്തിൽ ശാന്ത സ്വഭാവവും അതുപോലെ തന്നെ നല്ല സുന്ദരനുമായിരുന്ന ആ ബാലൻ കരഞ്ഞുകൊണ്ടിങ്ങനെ പോകുന്നത് പലരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ആരും തന്നെ അദ്ദേഹത്തോട് എന്ത് എന്ന് ചോദിച്ചില്ല. കാരണം അവർക്കറിയുന്നതാണ് പൗലോസിൻ്റെ കഥ. എന്നാൽ ഒന്നും കാണാൻ കഴിയാതെ കുറ്റാക്കൂരിരുട്ടിൽ വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരുവന് വെളിച്ചമായി വരുന്ന ഒരു ശക്തിയുണ്ട്, സാക്ഷാൽ ഈശ്വരൻ. പൊന്നുതമ്പുരാൻ്റെ ഒരു സ്വാധീനം എന്നതുപോലെ പൗലോസ് തൻ്റെ വലത്തെ ഭാഗത്തേക്കൊന്ന് നോക്കി. അവിടെ തലയെഴുപ്പോടുകൂടി നിൽക്കുന്ന കടമറ്റം പള്ളി കണ്ടു. ആ പള്ളിയിലെ കുരിശ്, ആ കുരിശിനോട് എന്തോ ഒരു കാന്തികമായ അട്രാക്ഷൻ പൗലോസിന് തോന്നി. ആ ഒരു ആകർഷണത്തിൽ പൗലോസു ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ കടമറ്റത്തേക്ക് നടന്നു. കടമറ്റം പള്ളിയുടെ ഉള്ളിൽ തൻ്റെ കണ്ണുകൾ തുറച്ച് തൻ്റെ കൈകളിലെല്ലാം ഇങ്ങനെ തടവി എന്തു ചെയ്യണമെന്നറിയാതെ ഒരു പാവത്തിനെ പോലെ ഉള്ളിൽ ചെന്നു. കുറേ നേരം അവിടെ ഇരുന്നു. പൗലോസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്തും അത്രയും ദാരിദ്ര്യമുണ്ടായിരുന്ന സമയത്തും എനിക്കിതുകൊണ്ട് തരണേ കർത്താവേ എന്നെല്ലാം പൗലോസ് പ്രാർത്ഥിച്ചത്. എൻ്റെ ഈ കഷ്ടപ്പാടിൽ നിന്നും എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷ നേടുവാനായിട്ടുള്ളൊരു മാർഗം എനിക്ക് നൽകിയാലും കർത്താവേ എന്നാണ് പ്രാർത്ഥിച്ചത്. മാർഗം തിരഞ്ഞ പൗലോസിന് ദൈവഹിതം പോലെ അവിടെ തുണയായി എത്തിയത് ആ പള്ളിയിലെ ആ കാലഘട്ടത്തിലെ വികാരിയായിരുന്ന കത്തനാരായിരുന്നു. അങ്ങനെ പതുക്കെ കത്തനാർ അടുത്തേക്ക് വന്നു. സുമുഖനും ശാന്തനുമായിട്ടുള്ള ഈ ബാലൻ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് ഇവൻ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നത്? അവനോട് ചോദിക്കാം. അങ്ങനെ ആ വികാരി വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ, നീ എന്താ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നേ? എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്തു തരാമെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. എന്താ വേണ്ടത് അച്ഛനോട് പറ എന്ന് പറഞ്ഞു. അപ്പോൾ കത്തനാരിത് പറഞ്ഞത് കേട്ടിട്ട് പൗലോസ് പറഞ്ഞു, അച്ചോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഭക്ഷണം കഴിച്ചിട്ട് കുറേ കാലമായി. എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉപദേശം നൽകണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പറഞ്ഞു തരാനായിട്ട് മുതിർന്നവരാരും ഇല്ലേം താനും. എല്ലാവരും തരുന്നത് സാന്ത്വനം മാത്രമാണ്, വഴി ആരും ഉപദേശിച്ച് നൽകുന്നില്ല. ഈ കുട്ടിയുടെ ഈ ഒരു ചിന്തയും ആ ഭവ്യതയും ആ ഒരു എളിമയും സർവോപരി അതിൻ്റെ ആ ഒരു നിഷ്കളങ്കതയും കണ്ടപ്പോൾ പെട്ടെന്ന് ആ പള്ളിയുടെ വികാരിയായിരുന്ന കത്തനാരുടെ കണ്ണുകളിൽ പുത്രനോട് തോന്നുന്നത് പോലൊരു വാത്സല്യം പൗലോസിനോട് തോന്നി. അങ്ങനെ പൗലോസിനോട് പറഞ്ഞു, ഇന്നു മുതൽ നീ വെറും പൗലോസല്ല, എൻ്റെ കുഞ്ഞു പൗലോസാണ്. എൻ്റെ മോനെപ്പോലെ നിനക്കിവിടെ താമസിക്കാം. നിനക്ക് ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും എല്ലാം ഞാൻ തരാം. സമയാസമയം നിനക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ നിനക്ക് ഉപദേശിച്ച് നൽകാം. എൻ്റെ കൂടെ നീ കൂടിക്കോ എന്ന് പറഞ്ഞു. പൗലോസിന് ഒരുപാട് സന്തോഷമായി. കാരണം അത്രയും കാലവും അനാഥനായിരുന്ന പൗലോസിന് ഇപ്പോൾ ഇത് രക്ഷകർത്താവിനെ കിട്ടിയിരിക്കുകയാണ്. ഇത് ദൈവഹിതം തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത് പോലെ അവിടെ ആ സമയം പള്ളിമണി മുഴങ്ങി. ഈ പള്ളിമണിയുടെ ശബ്ദം കേട്ട അച്ഛനും പൗലോസും ഒരേപോലെ കർത്താവിനെ നോക്കി. അവിടെ നിന്ന് പൗലോസിൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയായിരുന്നു. പൗലോസ് ആദ്യം ആ കത്തനാരുടെ കുഞ്ഞു പൗലോസായി. പുത്രനെപ്പോലെ കത്തനാർ ആ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ യഥാസമയം ആവശ്യമുള്ളതുപോലെ ഒരു ഗുരുവിനെ സംഘടിപ്പിച്ച് പൗലോസിന് വേണ്ട വിദ്യാഭ്യാസങ്ങളെല്ലാം ഈ പള്ളിയിലച്ഛൻ തൻ്റെ ചെലവിൽ കൊടുത്തു. എന്ന് മാത്രമല്ല, ഇദ്ദേഹം സ്വയം, ഈ കത്തനാർ സ്വയം വൈദികമായിട്ടുള്ള പാഠങ്ങളെല്ലാം പൗലോസിന് പഠിപ്പിച്ചു കൊടുത്തു. കത്തനാർ സ്വയം പഠിപ്പിച്ചു കൊടുത്തിരുന്ന വൈദികമായിട്ടുള്ള പാഠഭാഗങ്ങളിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടിരുന്ന പൗലോസിന് സന്തോഷത്തോടു കൂടി തന്നെ കത്തനാരുടെ മേൽനോട്ടത്തിൽ ഷെമ്മാശ പട്ടം കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ നാട്ടിലെ ജനങ്ങൾക്കും ആ ഇടവകയിലുള്ള ആളുകൾക്കും കുഞ്ഞു പൗലോസ് അന്നു മുതൽ പൗലോസ് ഷെമ്മാശനായി. അങ്ങനെ ഷെമ്മാശനായിരുന്ന സമയത്ത് തന്നെ തൻ്റെ കർത്തവ്യങ്ങളിലെല്ലാം വളരെ
ചിട്ടയും അതുപോലെ തന്നെ വളരെ ഡെഡിക്കേഷനും കാണിച്ചിരുന്ന പൗലോസ് എല്ലാവർക്കിടയിലും പ്രശസ്തനായി. സുമുഖനായിട്ടുള്ള ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഷമ്മാശനെ എല്ലാവരും ബഹുമാനത്തോടു കൂടി കണ്ടു തുടങ്ങി. അങ്ങനെ ഈ കത്തനാരുണ്ടല്ലോ, ഷമ്മാശൻ്റെ ഗുരു, ആ കത്തനാർക്ക് ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ ആ ഒരു പശുക്കളെ മേയ്ക്കാനായിട്ട് അദ്ദേഹം ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. എല്ലാ ദിവസവും ഈ പശുക്കളെ കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പോവും. പശുക്കൾക്കെല്ലാം മേയാനായിട്ടുള്ള അവസരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം വൈകിട്ടാകുമ്പോൾ പശുക്കളെയും കൊണ്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം ഈ പശുക്കളുമായിട്ട് ഇദ്ദേഹം പുറത്തേക്ക് പോയി. ഈ പശുക്കളെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഏൽപ്പിച്ചേക്കുന്ന ആളും. അപ്പോൾ ഇദ്ദേഹം ഉച്ചഭക്ഷണമൊക്കെ ആയിട്ടാണ് പോയേക്കുന്നത്. അങ്ങനെ പശുക്കളെ മേയാനായി വിട്ടിട്ട് ഇയാൾ തൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. രുചിയുള്ള ഭക്ഷണം അത് കഴിച്ച് കൈയൊക്കെ കഴുകിയതിനു ശേഷം ഒന്ന് മയങ്ങാം എന്ന് വിചാരിച്ച് അദ്ദേഹം കിടക്കാനിടുങ്ങിയതും കാടിനെ ഉറപ്പിക്കുന്നത് പോലെ ഒരു ഗർജനം. ആ ഗർജനം കേട്ട് ഇയാൾ ചാടി എണീച്ചു. തൻ്റെ പശുക്കളെല്ലാം അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഒന്നിനുമൊന്നും പറ്റിയിട്ടില്ല. ഇനിയിവിടെ നിൽക്കുന്നത് പന്തിയല്ല. പതുക്കെ ഇയാൾ ആ പശുക്കളെ കൂട്ടി തിരിച്ച് കടമറ്റം പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിയ ആ സമയം ഒരു കടുവ അങ്ങോട്ടേക്ക് ചാടി വീഴുകയാണ്. ഏതോ ഒരു ദിക്കിൽ നിന്ന് പശുക്കളുടെ കൂട്ടത്തിലേക്ക് ചാടി ഈ കടുവ ഇറങ്ങിയ ആ സമയം പശുക്കളെല്ലാം പേടിച്ച് പല ദിശകളിലേക്ക് ഓടാനൊരുങ്ങി. ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വടി മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ നോക്കി നിൽക്കവേ തന്നെ ഈ കടുവ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പശുവിനെ ചാടി അടിച്ചു. ആ അടിയും പശു ബോധം കെട്ട് വീണു. ആ പശുവിനെ കടിച്ചെടുത്തുകൊണ്ട് ഈ കടുവ കാട്ടിലേക്ക് ഓടുകയും ചെയ്തു. പശുക്കളെല്ലാം ചിന്നിച്ചിതറി ഓടി. അയ്യോ, ഇനി കടമറ്റത്ത് ചെന്ന് അച്ഛൻ്റെ അടുത്ത് എന്തോ പറയും, പോയി പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇയാൾ പെട്ടെന്ന് അവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭീകരമായിട്ടുള്ളൊരു കടുവ വന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരു പശുവിനെ എടുത്തുകൊണ്ട് പോയി. മറ്റുള്ള പശുക്കളൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, കുട്ടി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ വാ, നമുക്ക് ആ പശുക്കളെല്ലാം പിടിച്ചു കെട്ടാൻ നോക്കാം. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ ആളുകളും ആയുധങ്ങളെല്ലാം എടുത്ത്, കടുവ വന്നാൽ കടുവയെ നേരിടണമല്ലോ, ആയുധങ്ങളെല്ലാം എടുത്ത് ഈ പശുക്കളെ പിടിക്കാനായി കാട്ടിലേക്ക് പോകാനൊരുങ്ങി. ഈ സമയം കടമറ്റം പള്ളിയിൽ നിന്നൊരു ശബ്ദം, ഒന്ന് നിന്നേ, ഞാനും കൂടെ വരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒത്ത ഒരു യുവാവ് കയ്യിലൊരു വടിയുമായി അയാൾ നിൽക്കുന്നു. ഷമ്മാശനായിരുന്നു, പൗലോസ്. ഷമ്മാശൻ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരുന്നു. അങ്ങനെ പൗലോസ് ഷമ്മാശൻ്റെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്ക് പോയവർ സംഘം ചേർന്നും അല്ലാതെയും പല ദിശകളിലായി അന്വേഷിച്ചു. പശുക്കളെ ഒന്നും കാണുന്നില്ല. സന്ധ്യയായിട്ടും പശുക്കളെ ഒന്നും കാണാതെ ആയപ്പോൾ അവരെല്ലാവരും തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ല, വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങി, വീണ്ടും വേട്ടമൃഗങ്ങൾ ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി കാര്യം പറയാം. അങ്ങനെ ഇവരെല്ലാവരും കൂട്ടമായി തിരിച്ച് കടമറ്റത്ത് പള്ളിയിലേക്കെത്തി. കടമറ്റത്ത് പള്ളിയിലെത്തിയപ്പോഴത്തേക്കും ഇവർ കാണുന്ന കാഴ്ച, കാട്ടിൽ വെച്ച് പേടിച്ചോടിയ പശുക്കളെല്ലാം തന്നെ തിരിച്ചിടവകയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് കത്തനാരുടെ ഹൃദയമൊന്ന് പിടച്ചത്. എല്ലാവരും തിരിച്ചെത്തി. തൻ്റെ പുത്രതുല്യനായിട്ടുള്ള ഷമ്മാശൻ മാത്രം തിരിച്ചെത്തിയിട്ടില്ല. ചോദിച്ചു, പൗലോസ് എത്തിയേ? ഇവരെപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, അവരുടെ കൂടെ പൗലോസ് എത്തിയിട്ടില്ല. അയ്യോ, ഷമ്മാശൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, കാട്ടിൽ വെച്ച് നീ വഴിതെറ്റിപ്പോയോ ആവോ? അപ്പോൾ ഉടനെ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഷമ്മാശൻ നല്ല ധൈര്യമുള്ള ആളാണ്, അദ്ദേഹം തിരിച്ചെത്തും, അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ നമുക്ക് കാട്ടിൽ പോയി പരിശോധിക്കാം, അച്ഛൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടുകൂടി കത്തനാർ അവിടെ തന്നെ ഇരുന്നു. അന്നാണ് അവിടെ ഉണ്ടായിരുന്ന കപ്പിയാർക്ക് പോലും മനസ്സിലായത്, കത്തനാർക്ക് അത് തൻ്റെ ശിഷ്യൻ മാത്രമല്ലായിരുന്നു, പൗലോസ് തൻ്റെ സ്വന്തം മകനായിരുന്നു. കാരണം അന്നത്തെ ദിവസം കത്തനാർ ഭക്ഷണം കഴിച്ചില്ല. എല്ലാ ദിവസവും കത്തനാർ ഷമ്മാശൻ പൗലോസിൻ്റെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പൗലോസ് ഇല്ലാത്തപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയില്ല. കപ്പിയാർ വന്നിട്ട് കത്തനാരോട് പറഞ്ഞു, അച്ചോ കഴിക്കാതിരുന്ന ആരോഗ്യത്തിന് മോശമല്ലേ, ഷമ്മാശൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയോ കഴിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് വീണ്ടും ഷമ്മാശനായി കാത്തിരിക്കുന്നു. ഷമ്മാശനെ കണ്ടില്ല. അടുത്ത ദിവസം രാവിലെ അവ എത്തുമായിരിക്കും. അങ്ങനെ പോയി കിടന്നുറങ്ങാൻ ശ്രമിച്ചു. രാവിലെ ആയിട്ടും പൗലോസിനെ കണ്ടില്ല. അങ്ങനെ 5 ദിവസങ്ങൾ കടന്നുപോയി. പൗലോസ് മരിച്ചു, എല്ലാവരും ഉറപ്പിച്ചു. അപ്പോൾ ശരിക്കും എന്താണ് 5 ദിവസം മുമ്പ് സംഭവിച്ചത്? ഷമ്മാശൻ ശരിക്കും മരിച്ചോ? എന്നാൽ സത്യം ഇതാണ്, ഷമ്മാശനൊന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് 5 ദിവസം മുമ്പ് കാട്ടിലുണ്ടായത്? കാട്ടിൽ നിന്ന് എല്ലാവരും തിരികെ വന്ന സമയത്ത് അവിടെ ഒരു ഭാഗത്തെ ഒരു കൂട്ടം ഇലകൾ അനങ്ങി. ഷമ്മാശൻ തൻ്റെ കയ്യിലെ വടികൊണ്ട് ആ ഇലകളെ തട്ടി നീക്കി പുറത്തേക്ക് വരികയായിരുന്നു. ഷമ്മാശൻ തിരിച്ചു നടക്കാനായി ഒരുങ്ങി. പൗലോസ് എത്ര നടന്നിട്ടും ഇടവകയിലേക്ക് എത്താൻ കഴിയുന്നില്ല, പള്ളിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ 2 നാഴിക നടന്നപ്പോഴാണ് കാട്ടിനുള്ളിലേക്ക് വന്നത്.
ഞാൻ 12 നാഴിക കൊണ്ട് തിരിച്ച് നടക്കാൻ നോക്കുകയാണ്. ദൈവം തമ്പുരാനെ, എൻ്റെ വഴി തെറ്റിയോ? തൻ്റെ കൊന്തയിൽ മുറുക്കെ പിടിച്ചു ഷമ്മാശ്. ചുറ്റും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. മുഴുവനും ഇരുട്ടായി. അരൻ്റെ വെളിച്ചത്തിൽ ഷമ്മാശൻ തൻ്റെ കയ്യിലെ വടിയും പിടിച്ചുകൊണ്ടൊരു നിസ്സഹായനെ പോലെ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയം ഷമ്മാശൻ്റെ തോളിൽ 2 വിരലുകൾ വന്നു ഇങ്ങനെ തട്ടി. ഷമ്മാശൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭീകരരൂപിയായ ഒരാൾ തൻ്റെ 2 കൈ കൊണ്ട് ഷമ്മാശനെ കൂട്ടി അങ്ങ് പിടിച്ചു. പിന്നീട് ഷമ്മാശൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഭീകരരൂപി അയാളൊരു മനുഷ്യനാണ്. കാട്ടിൽ രഹസ്യമായി താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലെ ഒരാൾ. ഭീകരരൂപിയായിട്ടുള്ള ഒരാൾക്ക് നല്ല പൊക്കവും വലിയ ശരീരവുമായിരുന്നു. അയാളുടെ കയ്യിൽ ഷമ്മാശൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഷമ്മാശൻ മനസ്സിലായി, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്തായാലും തമ്പുരാൻ തന്നെ എനിക്ക് വഴി കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞ് എൻ്റെ കൊന്തയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു പൗലോസ്. ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതിനനുസരിച്ച് വീണ്ടും ഇരുട്ടുകൾ വീണ്ടും ഒന്നും കാണാൻ പറ്റാത്ത രീതിക്ക് ഇരുണ്ടു. കുറച്ച് ദൂരം എന്തോ വെളിച്ചം കാണുന്നുണ്ട്. ഇത് അപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇത് വെറുമൊരു ഗുഹയല്ല, ഒരുപാട് ഗുഹകളിലേക്കും മറ്റൊരു ലോകത്തിലേക്കും പോകുന്നത് പോലെ ഒരുപാട് വഴികൾ നിറഞ്ഞ ഒരു ടണലാണെന്ന് മനസ്സിലായി. ഇതിൽ അറിയാത്ത ആളുകൾ കയറിയ വഴി തെറ്റും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ഷമ്മാശൻ തൻ്റെ കണ്ണ് വ്യക്തമായി തുറന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച പന്തങ്ങളും വിളക്കുകളും തെളിയിച്ച ഒരു ലോകം ഈ ഗുഹയ്ക്കുള്ളിൽ. അവിടെ പല പല രൂപത്തിലുള്ള ആളുകൾ. ചിലർ മനുഷ്യരാണ്, സാധാരണ തന്നെ പോലത്തെ ഹൈറ്റുള്ള മനുഷ്യരുണ്ട്, ചിലർക്ക് വളരെ ഉയരമുണ്ട്. ദൂരെ നോക്കിയപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറിക്കൂട്ടുകളെല്ലാം ലേപനം ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു മാലയൊക്കെ ധരിച്ച് തലയിലൊരു തലക്കെട്ടുമായിട്ട് പ്രായമായ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു. ആ ഇരിപ്പിൽ തന്നെയുണ്ട് എന്തോ തേജസ്. അയാളുടെ മുന്നിലേക്ക് പൗലോസിനെ കൊണ്ടിട്ടു. എന്നിട്ട് ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് ഈ ഭീകരരൂപി തിരിച്ചുപോയി. ഷമ്മാശൻ പൗലോസിനെ മൊത്തത്തിൽ ഇയാളൊന്ന് നോക്കി. ഈ സമയം ആ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ വന്നിട്ട്, ഇവനെ നമുക്ക് തരുമോ ഇവനെ, കുറേ കാലമായി, നമുക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൗലോസ് അപ്പോഴൊന്ന് ഭയപ്പെട്ടുവെങ്കിൽ പോലും താൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ മുറുക്കെ പിടിച്ചു. എന്തായാലും ദൈവഹിതം പോലെ നടക്കുകയുള്ളൂ, ഭയപ്പെട്ടിട്ട് കാര്യമില്ല. തൻ്റെ മനസ്സിൽ തൻ്റെ ഗുരുനാഥനെ ആ സമയത്ത് ആലോചിച്ചു. ഗുരുവിനെ ആലോചിച്ചു നിന്ന പൗലോസിൻ്റെ ഹൃദയം ഒന്ന് തണുത്തായിരുന്നു. ഇത് മുഴുവനും അവിടെ നിൽക്കുന്ന ഈ മൂത്തയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ മൂപ്പനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ മൂപ്പനും വളരെ ഭീകര രൂപം കേട്ടോ. ഇദ്ദേഹം പൗലോസിനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിൽക്ക്, നമ്മുടെ കൂടെ കൂടി ജീവിക്കാൻ ഇവൻ യോഗ്യനാണോ എന്ന് ഞാൻ നോക്കട്ടെ. കാണുമ്പോൾ ഒരു ശാന്തനായി തോന്നുന്നുണ്ട്, സൽസ്വഭാവിയായിട്ടും തോന്നുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, നമ്മുടെ കൂടെ കഴിയാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഭ്രാന്തമായി വന്ന ആളുകളെല്ലാം പഞ്ചപുച്ഛമടക്കി ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ഈ മൂപ്പൻ ഷമ്മാശനെ നോക്കിയിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഷമ്മാശൻ പതുക്കെ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഈ മൂപ്പൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനെയൊരു ലോകത്തിൽ വന്ന ഭയമല്ല പൗലോസിൻ്റെ മുഖത്തുള്ളത്, തന്നെക്കാട്ടി മൂത്ത ഒരാളെ കാണുമ്പോൾ ഉള്ള ബഹുമാനമാണ്. ഇത് ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു, ഈ കാട്ടിൽ ഈ ഒരു ദിശയിലോട്ട് ആരും വരാറില്ല, ഇനി ആരെങ്കിലും വന്നാൽ ഈ ഗുഹയ്ക്ക് പുറത്ത് പോവാറുമില്ല. നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ നമ്പർ 1, ഇവിടെ നമ്മുടെ കൂടെ കൂടിക്കോ. ഇവിടെ ഭക്ഷിക്കാനും കുളിക്കാനും ഉറങ്ങാനും ഒക്കെ സൗകര്യമുണ്ട്. വെള്ളമെടുക്കാൻ പോലും പുറത്തു വേണ്ട കാര്യമില്ല. ശുദ്ധമായിട്ടുള്ള ജലം ഈ ഗുഹയ്ക്കുള്ളിൽ കിട്ടും. അങ്ങനെ പുറത്തു പോകാതെ ഇവിടെ നിനക്ക് അനുസരണയോടെ ജീവിക്കാം. അല്ല, പുറത്തു പോയേ പറ്റുള്ളെങ്കിൽ നിനക്ക് 2ാമത്തെ ഓപ്ഷനുണ്ട്. പോകാൻ ശ്രമിച്ചോളൂ. നേരത്തെ കൊതിയോടെ നിൻ്റെ അടുത്തേക്ക് വന്ന ആളുകളുടെ മുന്നിലേക്ക് ഞാൻ പിടിച്ചിട്ട് കൊടുക്കും. നല്ല വിശപ്പോടുകൂടി നിൽക്കുന്നവരവർ എന്ന് പറഞ്ഞു. അപ്പോൾ പേടിച്ചു നിന്നു. ഒന്നുകൂടെ പൗലോസിനോട് പറഞ്ഞു, ചുറ്റിനും നോക്ക്, ഇവിടെ വന്നു ചേർന്ന ആളുകളിൽ ഇപ്പോഴും നമ്മുടെ കൂടെ കൂടി ശാന്തമായി ഇവിടെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞു. പൗലോസ് ആ സമയത്ത് മനസ്സിൽ ചിന്തിച്ചു, ഈ സമയത്ത് വൈകാരികമായി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നിന്നാ ജീവനോടെ നിൽക്കാം, പിന്നെ എപ്പോഴെങ്കിലും പുറത്തു പോകാനുള്ള വഴി കർത്താവ് തമ്പുരാൻ തന്നെ കാണിച്ചു തരും. പൗലോസ് പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം. എന്തായാലും ഇവിടെ ഞാൻ വന്ന് എന്നെ രക്ഷിച്ചത് അങ്ങാ, അപ്പോൾ അങ്ങ് പറയുന്നത് കേട്ട് ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ആ കഥകളിലും ഗുരുഭക്തിയുള്ള ഒരു ശിഷ്യനെ മൂപ്പന് കാണാൻ കഴിയും. മൂപ്പൻ പറഞ്ഞു, നീ ഇവിടെ എൻ്റെ കൂടെ കൂടിക്കോ, നിനക്ക് ഞാൻ പല കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം.
രഹസ്യമായ പല ഇടങ്ങളിൽ നിന്നും പല ഗുരുക്കന്മാരിൽ നിന്നും നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം ഇതെല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാം. അതെല്ലാം യഥാവിധി യഥാസമയം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ അതെല്ലാം എന്നിൽ നിന്ന് പഠിച്ച് എൻ്റെ ശിഷ്യനായി എൻ്റെ കൂടെ കൂടിക്കൊള്ളൂ. കാരണം നീ ഒരു സൽസ്വഭാവിയാണെന്നും അതുപോലെ തന്നെ നല്ലൊരുവനാണെന്നും നിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നൊരു കാര്യം, നമുക്കറിയാവുന്ന ഈ മന്ത്രവിദ്യകളെല്ലാം അതീവ രഹസ്യമായിട്ടുള്ള ഒന്നാണ്. ഇതൊന്നും തന്നെ പുറത്തു പോകാൻ നമ്മൾ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആളുകളെ പുറത്തു പോകാൻ സമ്മതിക്കാതെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ ശിഷ്യനായി കൂടി പഠിച്ച് ഇവിടെ എൻ്റെ കൂടെ നിൽക്കാൻ സന്തോഷമാണോ നിനക്ക്? പൗലോസ് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഈ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് നമ്മുടെ വേഷഭൂഷാദികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അതായത് ഇവർ അർദ്ധനഗ്നരായിരുന്നു. അർദ്ധനഗ്നരായി അവിടെ അവരുടെ കൂടെ ജീവിക്കാൻ പൗലോസിന് താല്പര്യക്കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും കൂട്ടത്തിൽ കൂടുവാനായി പൗലോസ് അതുപോലെ ചെയ്തു. മാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക് പൗലോസിൻ്റെ അത്ര വൃത്തിയും കാര്യങ്ങളുമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ രീതികൾ അവർക്കൊരു അത്ഭുതമായിരുന്നു. അവർ നോക്കുമ്പോൾ എന്താ, ഇയാൾക്ക് ചിട്ടയായ ഒരു ജീവിതക്രമമുണ്ട്. വൃത്തിയായി കുളിച്ച് തൻ്റെ ശരീരമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നു. ഉടുത്തേക്കുന്ന ചെറിയ വസ്ത്രമാണെങ്കിൽ പോലും അതും വൃത്തിയായി സൂക്ഷിക്കുന്നു. അങ്ങനെ പൗലോസിൻ്റെ സാന്നിധ്യം അവിടെയുള്ള ആളുകളിൽ ഒരു നല്ല പ്രഭാവം സൃഷ്ടിക്കാൻ തുടങ്ങി. ഇതും ആ മൂപ്പൻ ഒരു സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ടു. അങ്ങനെ ഒരു നല്ല ദിവസം നോക്കി മൂപ്പൻ പൗലോസിനെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ മലയരയന്മാരാണ്. ഇവിടെ നമുക്ക് മാത്രം അറിയാവുന്ന പല ക്രമങ്ങളുമുണ്ട്. മന്ത്രവാദമുണ്ട്, ഇന്ദ്രജാലമുണ്ട്, മഹേന്ദ്രജാലമുണ്ട്. ഇതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ ശിഷ്യനായിരുന്ന് ഇതെല്ലാം നീ പഠിച്ചെടുക്കുക എന്നും പറഞ്ഞ് പൗലോസിന് പഠിപ്പിച്ചു കൊടുത്തു. പൗലോസ് ആകട്ടെ അവിടെയുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിക്ക് ഇതെല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തു. മറ്റുള്ളവർക്കെല്ലാം താമസിച്ച് ലഭിക്കുന്ന പല സിദ്ധികളും പൗലോസിന് പെട്ടെന്ന് കിട്ടിത്തുടങ്ങി. പൗലോസ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിക്കുള്ള പല ക്രിയകളും അവിടെ ചെയ്തു തുടങ്ങി. ഇതെല്ലാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവർക്കെല്ലാവർക്കും പൗലോസിനോടൊരു ബഹുമാനവും തോന്നി തുടങ്ങി. ഗുരുവിനാകട്ടെ തൻ്റെ ശിഷ്യനോട് വല്ലാത്തൊരു അഭിമാനവും തോന്നി. അങ്ങനെ 12 സംവത്സരങ്ങൾ കഴിഞ്ഞുപോയി. ഒരു വ്യാഴവട്ടക്കാലം. അങ്ങനെ ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞുപോയ ആ ഒരു കാലത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദത്തിലും ഇന്ദ്രജാലത്തിലും മഹേന്ദ്രജാലത്തിലും മാത്രമല്ല, രഹസ്യമായ ഗുരുനാഥനിൽ നിന്ന് പഠിച്ചെടുത്ത പല ക്രമങ്ങളിലും പൗലോസ് അഗ്രഗണ്യനായി. പൗലോസ് അതീവ ശക്തനായി മാറിയെന്ന് മനസ്സിലാക്കി എല്ലാവരും പൗലോസിനോട് ബഹുമാനവും കാട്ടിത്തുടങ്ങി. എന്നാൽ അറിവ് സമ്പാദിച്ച് മഹാജ്ഞാനിയായി മാറിയതിൻ്റെ അഹങ്കാരമോ എന്തിനു പറയണം, സന്തോഷം പോലും പൗലോസിൻ്റെ മുഖത്തില്ല. പൗലോസിന് ഇത്രയും കഴിവുകളൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ പൗലോസ് പുറത്തു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം പൗലോസിനെ നോക്കാൻ വേണ്ടി അവിടെ ആളുകളെ നിർത്തി തുടങ്ങി. രാത്രി സമയങ്ങളിൽ ഇവർ ഉറക്കമൊഴിച്ചിരുന്ന പൗലോസിനെ സംരക്ഷിച്ചിരുന്നു. ഇത്ര നേരം കൂടുമ്പോൾ ഇവർ ഒരു ശബ്ദമുണ്ടാകും, അതിന് മറുപടിയായി പൗലോസ് മൂളണം എന്നൊരു ചിട്ടയും നിയമവും അവിടെ ഉണ്ടാക്കി. എന്നാൽ കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് തൻ്റെ ആദ്യത്തെ രക്ഷകർത്താവ് കത്തനാർ തൻ്റെ ഗുരുനാഥനെക്കുറിച്ച് ആലോചിച്ച് പൗലോസിന് ഒരുപാട് വിഷമം ഉണ്ടായി തുടങ്ങി. ഇത് കണ്ട ആ മൂപ്പന് കാര്യം മനസ്സിലായി. മൂപ്പൻ പൗലോസിനെ അടുത്ത് വിളിപ്പിച്ചു. എന്താ കാര്യം? നിൻ്റെ മുഖത്ത് നിനക്കൊരു വിഷാദരോഗം ബാധിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ, നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു. പൗലോസ് പറഞ്ഞു, അങ്ങെനിക്ക് പറഞ്ഞു തന്ന അറിവിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. പക്ഷേ എൻ്റെ ആദ്യത്തെ ഗുരുനാഥനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ വളരെ വ്യാകുലപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായി കാണും. അദ്ദേഹത്തെ വിട്ടു താമസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അനാഥനായിരുന്ന എനിക്ക് രക്ഷകർത്താവായി മാറിയ ആളാണ് അദ്ദേഹം. ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ മൂപ്പനൊന്നും മിണ്ടിയില്ല. പൗലോസ് പറഞ്ഞു, ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങേയടുത്തും ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങയുടെ കൂടെ നിന്നപ്പോൾ അങ്ങും എൻ്റെ മനസ്സിൽ എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്തിരുന്നു തുടങ്ങി. അങ്ങയെ വിട്ടുപോകാനും എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മൂപ്പൻ്റെ കണ്ണു നിറഞ്ഞു. ഇങ്ങനെ സ്നേഹമുള്ളൊരു ശിഷ്യൻ ഇതാദ്യം. മൂപ്പൻ പറഞ്ഞു, നിൻ്റെ ആദ്യത്തെ ഗുരുവിനോടുള്ള ഗുരുഭക്തി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ. പക്ഷേ ഞാനിവിടെ പാലിച്ചു വരുന്ന നിയമമാണ്, അത് ഇവിടെ നിന്ന് വരുന്ന ആരെയും പുറത്തു വിടത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങനെ വിട്ടയച്ചാൽ ഇവർക്ക് എൻ്റെ അടുത്തുള്ള ബഹുമാനം കുറയും, മറ്റുള്ളവരും നിയമം തെറ്റിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് നിന്നെ വിടാൻ പറ്റത്തില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് സമ്മതം നൽകിയിരിക്കുന്നു. എന്നിട്ട് പൗലോസിൻ്റെ കയ്യിൽ പിടിച്ചു. ഇവിടെ നിന്ന് പോയാലും നീ എന്നെ ഓർക്കുമല്ലോ അല്ലേ ഇടയ്ക്ക്? എന്നോടുള്ള ഗുരുഭക്തിയും സ്നേഹമെല്ലാം നിനക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? പൗലോസിൻ്റെ കണ്ണ് നിറഞ്ഞു. അങ്ങയെ ഞാൻ എങ്ങനെ മറക്കും? ഒരിക്കലും മറക്കില്ല. അങ്ങയോട് എനിക്ക് അത്രയും സ്നേഹവും എല്ലായ്പ്പോഴും എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഉണ്ടാകും എന്ന് പൗലോസ് പറഞ്ഞു. പൗലോസ് പറഞ്ഞത് കേട്ടിട്ട്
ഈ മൂപ്പൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഈ വിദ്യ, മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം ഇതെല്ലാം നീ എവിടെ നിന്ന് പഠിച്ചുവെന്ന് ഒരിക്കലും പുറത്ത് പറയരുത്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് നീ ഒരിക്കലും പുറത്ത് പറയരുത്. അതെനിക്ക് സത്യം ചെയ്തതാന്ന് പറഞ്ഞു. പൗലോസ് സത്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്ന സിദ്ധികൾ ഉപയോഗിച്ച് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ അറിയാത്ത ഭാവത്തിൽ ഇരുന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് തൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം മേടിച്ചു. അന്ന് രാത്രി തൻ്റെ മുറിയിലേക്ക് പോയി. എല്ലാവരും ഭക്ഷണം സേവിച്ച് ഉറങ്ങാൻ കിടന്നു. പതിവ് പോലെ തന്നെ പൗലോസിനായി കാവൽക്കാരുമുണ്ട്, ഗുഹയ്ക്ക് പുറത്തും അകത്തും. ആ കുന്തമാല തൻ്റെ കയ്യിലെടുത്ത് പൗലോസ് ഒന്ന് നോക്കി. അത്രയും കാലവും താൻ മാറ്റിവെച്ചിരുന്ന തൻ്റെ അസ്തിത്വം ഇപ്പോൾ തിരിച്ചു കിട്ടാൻ പോവുകയാണ്. പൗലോസ് പതുക്കെ ആ കുന്തമാല തൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. ഇട്ടതിന് ശേഷം ഒരു ദീർഘശ്വാസമെടുത്തു. മനസ്സുകൊണ്ട് തൻ്റെ 2 ഗുരുനാഥന്മാരെയും ദൈവത്തെയും വന്ദിച്ചതിന് ശേഷം പൗലോസ് പുറത്തേക്ക് നടന്നു. പൗലോസിൻ്റെ ഗുഹയ്ക്ക് പുറത്തു നിന്നിരുന്ന ആളുകളുടെ മുഖത്തേക്ക് പച്ച നിറത്തിലുള്ള ഒരു വെളിച്ചം വന്ന് കയറിയതും അവർ ബോധം കെട്ട് വീണതും മാത്രം ഓർമ്മയുണ്ട്. തിളങ്ങുന്ന കണ്ണുകളോടുകൂടി പൗലോസിൻ്റെ ദിവ്യമായിട്ടുള്ള രൂപം ആ ഗുഹയുടെ പുറത്തേക്കെത്തി. ഗുഹയുടെ പുറത്ത് കാവൽ നിൽക്കുന്ന ആളുകൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഒരു രൂപം പുറത്തേക്ക് ഇങ്ങനെ ചാടി ഇറങ്ങുന്നു. കൈകൾ അനക്കി ഇങ്ങനെ ആക്കിയപ്പോൾ കയ്യിൽ നിന്ന് പച്ച നിറത്തിലുള്ള വെളിച്ചം പറന്ന് അവരുടെ മുഖത്തേക്കും കയറി. അവരും ബോധം കെട്ടു വീണു. പൗലോസ് സമയം ഒന്ന് മനസ്സിൽ ഗ്രഹിച്ചു. 3 നാഴിക ഇവർ മയങ്ങിക്കിടക്കും, അതിനുള്ളിൽ കാടിന് പുറത്തിറങ്ങണം എനിക്ക്. അങ്ങനെ പൗലോസ് അവിടെ നിന്ന് ഓടി. തിരിച്ച് പിറകെ അവിടെ ആളുകൾ വരുന്നുണ്ടോ എന്ന് പൗലോസ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇല്ല, ആരും വരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ പൗലോസ് ഓടി കാട്ടിന് പുറത്തേക്കെത്തിയപ്പോൾ ആളനക്കം ഉള്ളൊരു സ്ഥലം കണ്ടു. ഇനി കളമറ്റം പള്ളിയിലേക്ക് വഴി ചോദിച്ചു പോവാം. അങ്ങനെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പൗലോസ് പല ആളുകളോടും വഴിയെല്ലാം ചോദിച്ച് കടമറ്റം പള്ളിയിലേക്കെത്തി. താൻ കുട്ടിക്കാലത്ത് ദിശ അറിയാതെ സഞ്ചരിച്ച സമയത്ത് തനിക്ക് വഴികാട്ടിയായി ഈശ്വരൻ തിളങ്ങിയ ആ കുരിശ് വീണ്ടും പൗലോസിൻ്റെ കണ്ണിൽ 12 വർഷക്കാല ശേഷം കണ്ടപ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ടായി. പൗലോസ് പതുക്കെ അവിടെ കത്തനാർ താമസിക്കുന്ന ഭവനത്തിൻ്റെ അടുത്തേക്കെത്തി. എന്നിട്ട് വാതിലിൽ മുട്ടി വിളിച്ചു. കത്തനാർ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. ഇദ്ദേഹം ചോദിച്ചു, നീ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് ചോദിച്ചു, അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഒന്നിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയേ. അപ്പോൾ ഈ അച്ഛനിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കുട്ടി, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭക്ഷണം വല്ലതും വേണോ? അപ്പോൾ പൗലോസ് പറഞ്ഞു, അളക്കാൻ കഴിയുന്നതിനും അപ്പുറം അങ്ങയുടെ കൈകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ പൗലോസാണ്, ഷെമ്മാശൻ പൗലോസ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്നു മോനെ, കുഞ്ഞു പൗലോസെ, നിനക്കൊന്നും പറ്റിയിട്ടില്ലേ? നീ തിരിച്ചു വന്നു എന്നും പറഞ്ഞ് ചെന്ന് അച്ഛൻ കെട്ടിപ്പിടിച്ചു. അന്നാണ് പൗലോസും തിരിച്ചറിയുന്നത് തൻ്റെ ഗുരുവായിട്ടുള്ള കത്തനാർക്ക് തൻ്റെ അടുത്ത് എത്ര സ്നേഹം ഉണ്ടായിരുന്നുവെന്ന്. എന്നിട്ട് ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇത്രയും കാലവും? എന്താ സംഭവിച്ചേ? നീ കാര്യം പറ, ഭക്ഷണം വല്ലതും കഴിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് കയറാനൊരുങ്ങിയ ആ സമയം ആരുടെയോ നിലവിളി ഇവർ കേട്ടു. കപ്പിയാരായിരുന്നു അത്. കപ്പിയാർ ഓടിക്കൊണ്ടുവരുന്ന ഇതും പറഞ്ഞുകൊണ്ട്, അച്ചോ നമ്മുടെ പള്ളിയിൽ ഭൂതം കയറി എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ ഭൂതം കയറിയെന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? നേരെ ചൊവ്വേ തന്നെ നീ നോക്കിയത്? അച്ഛൻ ചോദിച്ചു. അച്ചോ, ഭീകര രൂപികളായിട്ടുള്ള കുറേ പേര് നമ്മുടെ പള്ളിക്കുള്ളിൽ നിൽക്കുന്നു. എനിക്ക് മണിയടിക്കാൻ പറ്റുന്നില്ല. മണിയടിച്ചാലല്ലേ ആളുകൾക്ക് വരാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ സത്വങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ആളുകൾ എങ്ങനെ വരും? അച്ഛൻ എന്തെങ്കിലും ചെയ്താലും എന്ന് പറഞ്ഞ് തൊഴുതു. അപ്പോൾ ഈ സമയത്ത് കത്തനാർ താൻ ധരിച്ചിരുന്ന കുന്തമാലയിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ. ആ സമയം പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അച്ചോ, ഞാനന്ന് അത്രയിടം വരെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. ആരായിരുന്നു? പൗലോസായിരുന്നു അത്. അപ്പോൾ ഉടനെ കത്തനാർ ചോദിച്ചു, കുഞ്ഞു പൗലോസെ, നീ ഇപ്പം അങ്ങോട്ട് പോയാലോ? കാലങ്ങൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഇതിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. നിനക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ അത് വീണ്ടും താങ്ങാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞു, അച്ചോ, എന്നെ വിശ്വസിച്ചാലും ഇവിടെ നിന്ന് പോയ കുഞ്ഞു പൗലോസ് മാത്രമല്ല ഞാനിപ്പോൾ, മറ്റ് പലതുമാണ്. എൻ്റെ കൂടെ വന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ കപ്പിയാരെയും കൂട്ടി പൗലോസ് അങ്ങോട്ടേക്ക് പോയി. പൗലോസിന് മനസ്സിലായി, വന്നിരിക്കുന്നത് മിക്കവാറും തന്നെ തേടി കാട്ടിൽ നിന്ന് വന്ന മലയരയന്മാരുടെ കാവൽക്കാർ തന്നെയാണെന്ന്. അകത്തേക്ക് കയറിയപ്പോൾ പൗലോസ് കണ്ടത് ആ ഭീകര രൂപികളായിട്ടുള്ളവർ ആ മലയരയന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെയായിരുന്നു. അവരുറക്കെ വിളിച്ചു പറഞ്ഞു, ധിക്കാരി, നീ കാട്ടിൽ നിന്ന് പുറത്തു വന്നുവല്ലേ? നിന്നെ പിടിച്ചുകൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്കും അച്ഛനും കപ്പിയാരും പേടിച്ചുപോയി. അങ്ങനെ അച്ഛനോടും കപ്പിയാരോടും പൗലോസ് പറഞ്ഞു, നിങ്ങൾ 2 പേരും മാറി നിൽക്കുക, ഞാൻ പറയുന്നത് വരെ അവിടെ നിന്ന് അനങ്ങരുതെന്ന് പറഞ്ഞു.
ഇപ്പോൾ പൗലോസിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ ശോഷിച്ച ശരീരമല്ല, നല്ല ശക്തമായ പേശികളുള്ള ശരീരമാണ്. പൗലോസ് തൻ്റെ ഗുരുനാഥൻ തനിക്ക് പകർന്നു നൽകിയ അറിവിലും കർത്താവ് തമ്പുരാനിലുള്ള തൻ്റെ വിശ്വാസത്തിലും മുറുക്കെ പിടിച്ചുകൊണ്ട് വിരിഞ്ഞ നെഞ്ചുമായി മുന്നിലേക്ക് നടന്നു. എന്നിട്ട് പൗലോസ് ചെറിയ മന്ത്രപ്രയോഗം നടത്തി കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി. പൗലോസിൻ്റെ കയ്യിലൊരു വലിയ വടി ഇങ്ങനെ വന്നു. ആ വടിയും പിടിച്ചുകൊണ്ട് പൗലോസ് നിന്നിട്ട് പറഞ്ഞു, ഇത് ദൈവസന്നിധിയാണ്. നിങ്ങളുടെ ബലിഷ്ഠമായിട്ടുള്ള പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല. ഈ ഇടവകയിൽ സാധു ജനങ്ങളാണുള്ളത്. നിങ്ങളുടെ പ്രയോഗങ്ങളൊന്നും അവർ താങ്ങത്തുമില്ല. അതുകൊണ്ട് ഞാൻ അവസാനമായി നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. എൻ്റെ ഈ പള്ളി വിട്ട്, എൻ്റെ ഈ ഇടവക വിട്ട്, എൻ്റെ നാട്ടുകാരെയും ഗുരുനാഥനെയും വിട്ട് എന്നേക്കുമായി കാട് കയറിക്കോ, ഇല്ലെങ്കിൽ കടുത്ത പല പ്രയോഗങ്ങളും എനിക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അവർ ചിരിച്ചു. നീ എന്ത് കാട്ടാനാ എന്ന് പറഞ്ഞു. ഈ സമയം പൗലോസ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എന്ത് കാട്ടണമെന്ന് അറിഞ്ഞേ തിരിവുള്ളെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. കാണിക്കാനുള്ളത് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആയുധവും എടുത്ത് ഉയർത്തിക്കൊണ്ട് പൗലോസിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പൗലോസ് പെട്ടെന്ന് ഈ വടി ഉയർത്തി ഭൂമിയിലേക്ക് ഒരു ഒറ്റയടി. ഈ സമയം ആ വടിയിൽ നിന്ന് ദിവ്യമായിട്ടുള്ളൊരു വെളിച്ചം ഇങ്ങനെ പറന്ന് ആ ചുറ്റിനും ആക്രമിക്കാനായി വന്ന ആയുധധാരികളായിട്ടുള്ള ഭീകരരൂപികളെ അന്തരീക്ഷത്തിൽ നിർത്തി ഇങ്ങനെ ഉറപ്പിച്ചു. കത്തനാരും കപ്പിയാരും നോക്കിയപ്പോൾ ആ വെളിച്ചത്തിനിടയിൽ ഈ നിന്ന് വിറയ്ക്കുന്ന ഭീകരരൂപികളുടെ നടുക്ക് ഒരു ദിവ്യരൂപം എന്നതുപോലെ പൗലോസ് ഈ വടി ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ആഞ്ഞൊരടി ആ വടിയിലേക്ക്. ആ അടിയുടെ പ്രഭാവത്തിൽ ഇവർ ബോധം കെട്ട് നിലത്ത് വീണു. നിലത്ത് വീണ സമയത്ത് കപ്പിയാരടുത്ത് പൗലോസ് മണിയടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ കത്തനാരടുത്ത് വന്നിട്ട്, പൗലോസേ, നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങാൻ നേരമായി, ഇവരെ ഇവിടെ നിന്ന് ഞാൻ മാറ്റിക്കൊള്ളാച്ചോ എന്ന് പറഞ്ഞ് പൗലോസ് നിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചപ്പോൾ ഇവർ ഭൂമിയിൽ കൂടെ നിരങ്ങി പള്ളിയുടെ ഒരു മൂലയിൽ പോയി അങ്ങ് വീണു. അവിടെ കുന്നുകൂട്ടി ഇട്ടേക്കുന്ന കണക്ക് ഈ 6 പേരുടെ നിശ്ചലമായിട്ടുള്ള ശരീരം അവരെ കിടന്നു. അപ്പോൾ ഈ ഇടവകയിൽ അന്നത്തെ ദിവസം പതിവിനെക്കാട്ടിയും കൂടുതൽ ആളുകൾ പള്ളിയിലേക്ക് വന്നു. അവിടെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷെമ്മാശനും കൂടെ ഒട്ടും താമസിപ്പിക്കാതെ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ ഷെമ്മാശൻ തിരിച്ചെത്തി എന്നുള്ള സന്തോഷം അവർക്കും ഉണ്ടായിരുന്നു. കുറേ പേര് വന്നത് ഷെമ്മാശൻ്റെ രൂപത്തിൽ ഒരാൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയത് ആരെന്ന് കാണാനും കൂടെ ആയിട്ടായിരുന്നു. അപ്പോൾ വന്ന ആളുകൾ പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ പേരെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടു. ഷെമ്മാശൻ എന്തോ പ്രയോഗം നടത്തി അവരെ ബോധം കെടുത്തി ഇട്ടേക്കുന്നതാണെന്ന് കപ്പിയാരിൽ നിന്ന് ചില ആളുകൾ മനസ്സിലാക്കി. അവർ ഷെമ്മാശനെ ബഹുമാനത്തോടെ ഇങ്ങനെ തൊഴുതു നിന്ന്. അങ്ങനെ അന്നത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഷെമ്മാശനെയും കത്തനാരനെയും വന്നിച്ചതിന് ശേഷം പുറത്തേക്ക് പോയി. ഈ സമയം കത്തനാര് ഷെമ്മാശൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞു പൗലോസേ, അവർ മരിച്ചോ? അപ്പോൾ ഉടനെ പൗലോസ് പറഞ്ഞു, അല്ല അച്ചോ, ഇവിടെ ഇങ്ങനൊരു പുണ്യസ്ഥലത്ത് വെച്ച് ഞാനവരെ കൊല്ലുമോ? ബോധം കെട്ട് കിടക്കുക. അങ്ങയുടെ ആജ്ഞയുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ശേഷം അവരാരും ശ്വസിക്കാത്ത രീതിയിൽ എനിക്കാക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, വേണ്ട, കൊല്ലണ്ട, എന്തായാലും ഇവിടെ നിന്നും പോവേണ്ട ആളുകളല്ലേ, അവർ നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പൗലോസ് അവരുടെ അടുത്തേക്ക് എത്തിയിട്ട് തൻ്റെ വടി കൊണ്ട് നിലത്തേക്ക് ഒന്നുകൂടെ അടിച്ചു. ആ ശബ്ദം കേട്ടുടനെ അവിടെ അനങ്ങാതെ കിടന്ന ആളുകൾ എല്ലാവരും ഒരേപോലെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നിങ്ങനെ നിന്നു. അവർ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവർ പേടിച്ചു പോയി. തങ്ങളുടെ കൂടെ ഒന്നും അറിയാത്തവനെ പോലെ വന്ന ആളിപ്പോൾ എല്ലാവരെയും ഉറപ്പിക്കുന്ന മഹാമാന്ത്രികനായിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അന്നവർക്ക് മനസ്സിലായി എന്തുകൊണ്ടൊരു വരത്തൻ അവരുടെ മൂത്തവൻ്റെ പ്രിയ ശിഷ്യനായെന്ന്. അങ്ങനെ ഭയന്ന് വിറച്ചുകൊണ്ട് ഇവർ പൗലോസിനെ തൊഴുതിങ്ങനെ നിന്ന സമയം പൗലോസ് വടി ഉയർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഇന്ന് പൊക്കോളണം. തിരിച്ചിവിടെ വന്നാൽ പിന്നെ നിനക്കൊന്നും ശ്വാസമെടുക്കാൻ പറ്റാത്ത രീതിക്ക് ആക്കാനുള്ള സിദ്ധി എനിക്കിപ്പോൾ ഉണ്ട്. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവർ പറഞ്ഞു, നമ്മളിനി തിരിച്ചു വരത്തില്ല, നമ്മളെ വെറുതെ വിട്ടാലുമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം. ഈ ഇടവകയിലോട്ടും ഈ ദേശത്തിലോട്ടും ഇനി കാലെടുത്ത് കുത്താൻ പാടില്ല. ഞാൻ അങ്ങോട്ടും വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ നിയമം ഞാൻ പാലിക്കും, ഒന്നും പുറത്തറിയത്തില്ല എന്ന് പൗലോസ് പറഞ്ഞു. അത് കേട്ടിട്ട് ഇവരെല്ലാവരും തൊഴുത് പെട്ടെന്ന് കാട്ടിലോട്ടുകൂടി. ഇത് കണ്ട് അന്തം വിട്ടു നിന്ന കത്തനാര് അതൊക്കെ അടുത്ത് വന്നിട്ട് പൗലോസിനോട് ചോദിച്ചു, കുഞ്ഞു പൗലോസേ, ഇവിടെ നിന്ന് പോയ ഷെമ്മാശൻ മാത്രമല്ല നീ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഈ ശക്തിയൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ കുഞ്ഞു പൗലോസ് തൻ്റെ ആദ്യത്തെ ഗുരുനാഥനായ കത്തനാരെ വണങ്ങിയിട്ട് പറഞ്ഞു, അച്ചോ, ഇതെൻ്റെ ശക്തിയല്ല, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ്റെ ശക്തിയാണ്, അദ്ദേഹം എനിക്ക് നൽകിയ ശക്തിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് അവർ നിന്നുകൊണ്ട് കർത്താവിനെ പ്രാർത്ഥിച്ചു.
ഷമ്മാശൻ പിന്നീട് അവിടെ നിന്നുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്തുവെന്ന് മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾക്ക് തൻ്റെ മന്ത്രവിദ്യ കൊണ്ട് ഒരുപാട് സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇതെല്ലാം മേൽപട്ടക്കാരും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അധികം താമസിയാതെ മേൽപട്ടക്കാർ ഷമ്മാശനെ കത്തനാരാക്കി, കത്തനാർ പട്ടം നൽകി. അന്നു മുതൽ ആ നാട്ടിൽ എല്ലാവർക്കും ആശ്രയമായിക്കൊണ്ട് കടമറ്റം പള്ളിയിലെ കടമറ്റത്ത് കത്തനാരുടെ തുടക്കമായിരുന്നു. കടമറ്റത്ത് കത്തനാരെന്ന് കേൾക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ആശ്രയമായി മാറി. ജാതിമത ഭേദമന്യേ കടമറ്റത്ത് കത്തനാരെ സഹായത്തിനായി കടമറ്റത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും പ്രതീക്ഷയോടെ ദൈവത്തെ വിളിച്ചിരുന്നത് പോലെ കടമറ്റത്തച്ഛ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ആശ്രയമായി കടമറ്റത്തച്ഛൻ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങി. ഐതിഹ്യമാലിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യകാലങ്ങളിൽ അവിടെ കടമറ്റത്ത് കത്തനാർ തൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്തു തുടങ്ങിയിരുന്ന സമയത്ത് പലതരത്തിലുള്ള ബാധകൾ കൊണ്ടുള്ള ദോഷങ്ങളും ചാത്തന്മാരെ കൊണ്ടുള്ള ദോഷങ്ങളും പലതരത്തിലുള്ള ക്രിയകൾ കൊണ്ടുള്ള ദോഷങ്ങളും എല്ലാം കത്തനാർ അതിവേഗത്തിൽ മാറ്റിയിരുന്നു. കത്തനാർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം തീർത്തിട്ടേ കത്തനാർ തിരിച്ചു വരുവുള്ളായിരുന്നുള്ളൂ. അങ്ങനെ മഹാമാന്ത്രികനായി കീർത്തി കേട്ട കടമറ്റത്ത് കത്തനാരെ തേടി പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്നു തുടങ്ങി. ആ ദേശങ്ങളിലേക്കെല്ലാം അവരെ സഹായിക്കുവാനായി തൻ്റെ ശിഷ്യനും കൂടെയായ കടമറ്റത്ത് കത്തനാരെ വിടാൻ ആ മുതിർന്ന കത്തനാർക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ കടമറ്റത്ത് കത്തനാർ ദേശങ്ങൾ പലത് സഞ്ചരിച്ച് പലവരെയും സഹായിച്ച് വന്നപ്പോൾ മഹാമാന്ത്രികൻ എന്നുള്ള കീർത്തി മാത്രമല്ല കൂടിയത്, സമ്പത്തും കൂടി വന്നു. എവിടെ പോയാലും കടമറ്റത്ത് കത്തനാർ മനസ്സിൽ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിയും പ്രതിഫലവും സമ്പത്തുമായിരുന്നു അദ്ദേഹത്തിന് എല്ലാവരും കൊടുത്തിരുന്നത്. അങ്ങനെ ആ പൈസയെല്ലാം വെച്ച് കടമറ്റത്ത് കത്തനാർ സെപ്പറേറ്റ് ഒരു വീട് വെച്ചു. ആ വീട്ടിൽ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് 4-5 പരിചാരകരുണ്ടായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ താമസിച്ചു. അങ്ങനെ അതിസമ്പന്നനും കീർത്തിമാനുമായ കടമറ്റത്ത് കത്തനാരെ പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ സഹായത്തിനായി വിളിച്ചുകൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ. അത്തരത്തിൽ താൻ ഒരാൾക്കൊരു സഹായം ചെയ്ത് തിരിച്ചു വരുന്ന വഴി കടമറ്റത്ത് കത്തനാർ ഒന്ന് വിശ്രമിക്കാനായിട്ടൊരു സ്ഥലത്തിരിക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ ആ സ്ഥലത്തിരിക്കുവാനായി കടമറ്റത്തച്ഛൻ വന്നപ്പോൾ അവിടെ ദിവ്യത്വമുള്ള ഒരു രൂപത്തെ കണ്ടു. ആ രൂപമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അസാധാരണ മനുഷ്യനല്ല, എന്തൊക്കെയോ ഉപാസനകളൊക്കെയുള്ള എന്തൊക്കെയോ സിദ്ധികളുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒരു മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, ദേഹത്തൂടെ ഒരു തോർത്തിട്ടിട്ടുണ്ടായിരുന്നു, കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, മുടി നല്ല രീതിക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കഴുത്തിക്കൂടെ ഒരു മുത്തുമാല ഇങ്ങനെ ധരിച്ചിരുന്നു. അതുപോലെ തന്നെ ചുണ്ടകത്തെ മുറുക്കി ചുവപ്പിച്ചതുപോലത്തെ ചുണ്ടും നെറ്റിയും കുറിക്കൂട്ടുകളെല്ലാം അണിഞ്ഞ് അദ്ദേഹം അവിടെ മുറുക്കാനായിട്ട് ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഒന്ന് പരിചയപ്പെട്ടേക്കാം. കാരണം കണ്ടപ്പോൾ തന്നെ അസാമാന്യനല്ല എന്ന് കടമറ്റത്തച്ഛന് മനസ്സിലായി. കടമറ്റത്തച്ഛൻ തൻ്റെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ദിവ്യത്വം നിറഞ്ഞ ഗാംഭീര്യത്തിൽ നടന്നടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നമസ്കാരം, ഞാൻ എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു, കടമറ്റത്ത് കത്തനാർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ മുറുക്കാൻ ഇങ്ങനെ ചുരുട്ടി വായിലോട്ടങ്ങ് വെച്ചു. ചവച്ചുകൊണ്ട് പറഞ്ഞു, കേട്ടിരിക്കുന്നു, മിടുക്കനായിട്ടുള്ളൊരു മന്ത്രവാദിയാണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ നാൾ മുതൽ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ശൈലിയെല്ലാം കണ്ടപ്പോഴത്തേക്കും കടമറ്റത്ത് കത്തനാർക്ക് അത് ആരാണെന്ന് മനസ്സിലായി. എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ കുഞ്ചമൻ പോറ്റി, അതായത് നമ്മളെ കൊടുമൻ പോറ്റി ഉണ്ടല്ലോ ഭ്രമയുഗത്തിലെ. അപ്പോൾ ആ ഒരു ശാന്തഗംഭീരമായ രീതിക്ക് മുറുക്കാനും ചവച്ചുകൊണ്ട് ആ ഒരു ഗാംഭീര്യത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ കുഞ്ചമൻ പോറ്റി എന്ന് പറഞ്ഞത് കേട്ടുടനെ തന്നെ കടമറ്റത്ത് കത്തനാരുടെ മുഖത്തൊരു ചിരി വിടർന്നു. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ട്, ചാത്തന്മാരെ ഉപാസിച്ച് സിദ്ധി നേടിയ മഹാമാന്ത്രികനല്ലേ, അങ്ങേ നേരിട്ട് കാണണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ച് തീർന്നതിന് ശേഷം കത്തനാർ പോകാനായിട്ട് എണീച്ചപ്പോൾ കുഞ്ചമൻ പോറ്റി പറഞ്ഞു, കത്തനാരെ, ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും എൻ്റെ മനയിലേക്ക് വരണം, അങ്ങേ കാത്തിരിക്കും, ഞാൻ വന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞു. കത്തനാർ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് കത്തനാർ അങ്ങ് പോയി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം കടമറ്റം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കത്തനാർ ഇറങ്ങുകയാണ്. ആ സമയം തൻ്റെ പരിചാരകരിൽ ഒരാൾ ഓടി വന്നിട്ട് ചോദിച്ചു, അച്ചോ എങ്ങോട്ടേക്കാ? എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് ഞാനൊന്ന് അക്കരെ വരെ പോവുക, അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലം വരെ പോവും, വരാൻ കുറച്ച് താമസം എടുക്കും, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് കത്തനാർ പോവാനായിട്ട് ഇറങ്ങി. ഈ സമയത്ത് കടത്ത് കഴിഞ്ഞ് പിന്നീട് കുഞ്ചമൻ പോറ്റിയുടെ മനയാണ്. അപ്പോൾ തോണി കണ്ടപ്പോൾ കത്തനാരുടെ മനസ്സിലൊരു കാര്യം ഓർമ്മ വന്നു. ഇവർ രണ്ടുപേരും ഭയങ്കര ശക്തരായിട്ടുള്ള ആളുകളാണല്ലോ.
അപ്പോൾ ഇവർക്കിടയിൽ ചെറിയ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. അതായത് കുഞ്ചമൻപൊറ്റിയുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ചാത്തന്മാരെ ഉപാസിച്ച് ചാത്തന്മാരെ കൊണ്ട് എന്തും സാധിക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ, അത്രത്തോളം കഴിവ് എന്തായാലും കത്തനാർക്കില്ലല്ലോ എന്നൊരു ചിന്ത കുഞ്ചമൻപൊറ്റിക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കത്തനാരോളം മന്ത്രവാദത്തിലും ഇന്ദ്രജാലത്തിലും മഹേന്ദ്രജാലത്തിലും കഴിവ് കുഞ്ചമൻപൊറ്റിക്കില്ലല്ലോ എന്ന ഒരു തോട്ട് കത്തനാരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ കത്തനാർ മനസ്സിലാലോചിച്ചു, പോറ്റിയുടെ വീട്ടിലോട്ടുള്ള യാത്ര ഒന്ന് ഗംഭീരമാക്കാം, പോറ്റിയുടെ രീതിക്ക് തന്നെ എന്ന് ചിന്തിച്ചു. കാരണം ഇങ്ങനെയാണ് പറയുന്നത്, കുഞ്ചമൻപൊറ്റി കടത്ത് കഴിയുന്ന സമയത്തുണ്ടല്ലോ തോണി തുഴയാൻ തോണിക്കാരൻ വേണ്ടെന്നാണ് പറയുന്നത്. ഈ തോണി മാത്രം ഇങ്ങനെ നീങ്ങും. അതെന്തെന്ന് വെച്ചാൽ ആളുകൾക്ക് അദൃശ്യന്മാരായിട്ടുള്ള ചാത്തന്മാർ വന്ന് ആ ചാത്തന്മാരുടെ സഹായത്തോടു കൂടി പോറ്റി കടത്ത് കഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പോറ്റിക്ക് അത്രത്തോളം സിദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ പോറ്റി ഈ ഒരു പ്രയോഗം കാണിക്കുന്നതിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ കടമറ്റത്തച്ഛൻ എന്തോ ചെയ്തു, നേരെ തൻ്റെ വടിയും പിടിച്ച് ലോഹയും ധരിച്ച് തലയിലെ തൊപ്പിയും വെച്ചുകൊണ്ട് ഈ ഒരു തോണിയിൽ കയറി അങ്ങ് നിന്നു. എന്നിട്ട് പതുക്കെ മനസ്സിലെന്തോ ജപിച്ചിട്ട് തൻ്റെ വടി കൊണ്ട് ആ തോണിയിലൊരു തട്ട് വെച്ച് കൊടുത്തു. പിന്നെ അവിടെ ആളുകൾ കാണുന്ന കാഴ്ച, 2-3 പേരേ ഉള്ളൂ, സന്ധ്യാസമയമാണല്ലോ, അവർ കാണുന്ന കാഴ്ച കടമറ്റത്തച്ഛൻ ഈ തോണി നിൽക്കുന്നു, ഈ തോണി ഇങ്ങനെ പതുക്കെ നീങ്ങി അപ്പുറത്ത് കടത്ത് കഴിയുകയാണ്. അതായത് എങ്ങനെ കുഞ്ചമൻപൊറ്റി കടത്ത് കഴിയുമോ അതുപോലെ കടമറ്റത്തച്ഛനും കടത്ത് കഴിഞ്ഞു പോയി. അങ്ങനെ തോണി ഇറങ്ങിയതിന് ശേഷം കടമറ്റത്തച്ഛൻ തൻ്റെ വടിയും വീശി കുഞ്ചമൻപൊറ്റിയുടെ മനയിലേക്ക് കയറി ചെന്നു. മനയിലേക്ക് കയറി ചെന്നപ്പോൾ വെളിയിലെ ചാരുകശരയിൽ തന്നെ ശാന്തഗംഭീരനായി പോറ്റി മുറുക്കി ചുവപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഒരു രൂപം നടന്നു വരുന്നത് കണ്ടുടനെ തന്നെ പോറ്റി ഉറക്കെ ചോദിച്ചു, ആരാത്? ശാന്തഗംഭീരമായിട്ടുള്ള എന്നാൽ അതേ സമയത്ത് എളിമ നിറഞ്ഞ ശബ്ദത്തിൽ കത്തനാർ തിരിച്ച് മറുപടി പറഞ്ഞു, കടമറ്റത്ത് കത്തനാരാണേ, കയറി വന്നോട്ടെ എന്ന് തമാശയ്ക്ക് ചോദിച്ചു. അപ്പോൾ പോറ്റി അവിടെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് കയറി വരൂ, കുറേ കാലമായി എൻ്റെ മനയിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിരുന്നുകാരൻ വന്നിട്ട്, കത്തനാരെ എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. കത്തനാരിങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. ഇവർ രണ്ടുപേരും കുശലാന്വേഷണവും സംസാരങ്ങളും ഒക്കെ തുടങ്ങി. എന്നിട്ട് കത്തനാരോട് ചോദിച്ചു, അല്ല എങ്ങനെ കടത്തു കഴിഞ്ഞു? ഈ സമയത്ത് തോണിക്കാരൊന്നും ഉണ്ടാവുന്നതല്ലല്ലോ. എനിക്കാണെങ്കിൽ തോണിക്കാരൊന്നും വേണ്ട, അങ്ങനെയാണ് കടത്തു കഴിഞ്ഞത്. ഓ, എനിക്കും കടത്തു കഴിയാൻ തോണിക്കാരുടെ ഒന്നും ആവശ്യമില്ലാന്നേ. ഇത് കേട്ടപ്പോൾ പോറ്റി ഒന്ന് അത്ഭുതപ്പെട്ടു. ഹേയ്, അതെന്താ താൻ അങ്ങനെ സംസാരിക്കുന്നേ? ഉടനെ കടമറ്റത്തച്ഛൻ പറഞ്ഞു, അങ്ങേക്ക് മാത്രമല്ല എനിക്കും കുറച്ച് പരിപാടികൾ അറിയാമെന്ന് കൂട്ടിക്കൊള്ളൂ. ഞാൻ തോണിയിൽ കയറി നിന്നു, എന്നിട്ട് തോണിയോട് പറഞ്ഞു എന്നെ ഒന്ന് അക്കരയ്ക്ക് എത്തിച്ചു തരണേന്ന്. തോണി സ്വയം എന്നെയും കൊണ്ട് അക്കരയ്ക്ക് വന്നു. ഞാൻ ഇറങ്ങുകയും ചെയ്തു. 2-3 പേര് ഇത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടിക്കേറിയത് ഞാൻ കണ്ടിരുന്നല്ലോ, അവരൊന്നും പറഞ്ഞില്ലേ പോറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ പോറ്റിക്ക് മനസ്സിലായി തന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. പക്ഷെ പോറ്റി ആ അമർഷം പുറത്ത് കാണിച്ചില്ല. പോറ്റി ഒന്ന് ചിരിച്ചിട്ട്, രസികൻ, വരൂ വല്ലതും കഴിക്കാം എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നേരം പുറത്തിരുന്ന് സംസാരിച്ചതിന് ശേഷം കടമറ്റത്തച്ഛൻ സമയത്തിൻ്റെ ഗതി നോക്കി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എന്നാൽ ശരി പോറ്റി, ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് കുറച്ച് തിടുക്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോറ്റി എണീച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് അനുവാദം തരണം എന്ന് പോറ്റിയോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ, കത്തനാർ പോകുന്നു എന്ന് കേട്ടപ്പോൾ പോറ്റിയുടെ മുഖം ചെറുതായിട്ടൊന്ന് കറുത്തു. പോറ്റി എണീച്ചിട്ട് കത്തനാരോട് പറഞ്ഞു, അല്ല കത്തനാരെ, ഞാൻ ഒരുപാട് ക്ഷണിച്ചതിന് ശേഷമാണ് അങ്ങ് എൻ്റെ മനവരെ വന്നത്. കുറച്ച് നേരവും കൂടെ ഒന്ന് സംസാരിച്ചൂടെ? അങ്ങ് ഇവിടെ വരുന്ന ദിവസം കുറഞ്ഞത് 4 ദിവസമെങ്കിലും ഇവിടെ അങ്ങയെ താമസിപ്പിച്ച് സൽക്കരിച്ചതിന് ശേഷം മാത്രമേ വിടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചേ. എനിക്കങ്ങേക്ക് പോകാനായിട്ട് അനുവാദം തരാൻ ബുദ്ധിമുട്ടുണ്ട്. കുറഞ്ഞതൊരു 2 ദിവസമെങ്കിലും എൻ്റെ കൂടെ അങ്ങ് താമസിക്കണം. എനിക്ക് അങ്ങിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും ആഗ്രഹമുണ്ട്. നിത്യത്തിൻ്റെ. അപ്പോൾ കത്തനാർ പറഞ്ഞു, അയ്യോ പോറ്റി, ഞാനൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അവരെന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ ഭവനത്തിലിരിക്കുക. പോയേ തീരുള്ളൂ, അനുവാദം നൽകിയാലും. അപ്പോൾ പോറ്റി മനസ്സോടെ പറഞ്ഞു, എങ്കിൽ ശരി, അങ്ങ് പൊക്കോളൂ. പക്ഷെ എനിക്ക് വിഷമമുണ്ട് അങ്ങേ വിടുന്നതിൽ. പൂർണ്ണ സമ്മതത്തോടെ അല്ല ഞാൻ വിടുന്നത്, ഉറപ്പായിട്ടും തിരിച്ചു വരണേ എന്ന് പറഞ്ഞിട്ട് പോറ്റി കത്തനാരെ യാത്രയാക്കി. കത്തനാർ പതുക്കെ ഒരു സന്തോഷത്തോടു കൂടി മനയുടെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം കത്തനാർ പോറ്റി തനിക്ക് നൽകിയ ആതിഥേയ മര്യാദയെക്കുറിച്ചൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ കത്തനാർ വന്നപ്പോഴാണ് ട്വിസ്റ്റ്. അവിടെ ഉണ്ടായിരുന്ന കടത്തു തോണി കാണുന്നില്ല. ചുറ്റിനും കത്തനാർ നോക്കി,
കത്തനാരൊന്ന് നോക്കിയിട്ട് മനസ്സിൽ ഒരു ചിരിയോടുകൂടി പറഞ്ഞു, പോറ്റി പണി പറ്റിച്ചു അല്ലേ. ഈ സമയം മനയുടെ ഉമ്മറത്ത് ചാരുകസേരയിലിരുന്നു കൊണ്ട് ചുണ്ണാമ്പ് തൻ്റെ മുറുക്കാനിലേക്ക് തേച്ച് മടക്കി വായിലോക്ക് വെച്ചിട്ട് പോറ്റി അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. പോറ്റി പണി പറ്റിച്ചതാണ്. പോറ്റി ചാത്തന്മാരെ കൊണ്ട് ആ തോണി അവിടെ നിന്ന് എടുപ്പിച്ച് എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചേക്കുക. അപ്പോൾ കടമറ്റത്തച്ഛൻ തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും കാണുന്നത് പോറ്റിയെ. പോറ്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി അച്ചോ? എൻ്റെ മന വിട്ടങ്ങ് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചതല്ലേ, നടന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പോറ്റി ഇതും പറഞ്ഞ് ഉറക്കെ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ കത്തനാർ ഉറപ്പിച്ചു, ഇത് പോറ്റിയുടെ പരിപാടി തന്നെ. അങ്ങനെ കത്തനാർ പോറ്റിയുടെ മനയുടെ മുറ്റ് മുഴുവനും ഇങ്ങനെ നോക്കി. അവിടെ ഒരു വലിയ മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോൾ കാണണം കടത്തു തോണി ആ മാവിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചേക്കുന്നു. ഇത് കണ്ട കത്തനാർ പോറ്റിയോട് പറഞ്ഞു, പോറ്റി, ഞാൻ അങ്ങയോട് പറഞ്ഞതല്ലേ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, പോയേ മതിയാവുകയുള്ളൂ. അവിടെയുള്ള ആളുകൾ എൻ്റെ സഹായവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ കത്തനാരോട് പോറ്റി പറഞ്ഞു, പോവാം, അങ്ങക്ക് പോകാൻ പറ്റുമെങ്കിൽ പൊക്കൊള്ളുക. വലിയ മാന്ത്രികനല്ലേ, അങ്ങയുടെ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ തോണി എൻ്റെ മാവിൽ നിന്നിറക്കി അങ്ങ് പൊക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ കത്തനാർ ചോദിച്ചു, അത് ശരിയാണോ? അങ്ങായിട്ട് കയറ്റിയ ഈ തോണി എങ്ങനെ കയറ്റിയോ അതുപോലെ തന്നെ ഇറക്കി നേരെ കടത്ത് കഴിയാനായിട്ട് കൊണ്ട് വെക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഉടനെ പോറ്റി ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? അങ്ങനെ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അങ്ങയുടെ മനയിലുള്ള അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്ന് നഗ്നരായ അവർ സ്വയം ഈ മാവിൻ്റെ മുകളിൽ കയറി ഈ തോണി ചുമന്ന് കീഴിറക്കി എനിക്കായി കൊണ്ട് കടത്ത് കഴിയാനായിട്ട് കൊണ്ട് വെച്ച് തരും. അത് വേണോ? അപ്പോൾ ഉടനെ പോറ്റി ചോദിച്ചു, അത്രയ്ക്കൊക്കെ അങ്ങേ കൊണ്ട് പറ്റുമോ? കാണണോ? കടമറ്റത്ത് കത്തനാർ തൻ്റെ കൈ ഇങ്ങനെ ഉയർത്തി വിരലൊന്ന് ഞൊടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്നാക്കി. ഈ ഒരു മനയ്ക്കുള്ളിൽ നിന്ന് അന്തർജനങ്ങളുടെ കുറേ വസ്ത്രങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് തെറിച്ച് വീണു. കത്തനാർ ഒന്നുകൂടെ കൈ ഉയർത്തി, വേണോ എന്ന് ചോദിച്ചപ്പോൾ പോറ്റി പറഞ്ഞു, വേണ്ട, അങ്ങയുടെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ സ്പോട്ടിൽ ഈ പുറത്തേക്ക് വന്ന വസ്ത്രങ്ങൾ തിരിച്ചകത്തേക്ക് പോയി. ഈ സമയം കുഞ്ചമൻ പോറ്റി തൻ്റെ മനസ്സിൽ ചാത്തന്മാരെ ഒന്ന് ധ്യാനിച്ച സമയം ഈ മാവിൻ്റെ മുകളിൽ നിന്ന് ആ തോണി താഴേക്കിറങ്ങി കായലിൻ്റെ തീരത്ത് പോയി. ശേഷം കുഞ്ചമൻ പോറ്റിയും കടമറ്റത്ത് കത്തനാരും പരസ്പരം കൈ കൊടുത്ത് സന്തോഷത്തോടൊരു സത്യം ചെയ്തു. ഇനി രണ്ടുപേരും പരസ്പരം മിണ്ടത്തില്ല. അതുപോലെ തന്നെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി പരസ്പരം ഒരു തരത്തിലുള്ള സ്പർദ്ധയും വിദ്വേഷവും വയ്ക്കാതെ സുഖമായിട്ട് അവിടെ ജീവിച്ചു കൊള്ളാം എന്നൊരു സത്യം ചെയ്തു. പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല, അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് ഐതിഹ്യമല്ലേ പറയുന്നത്. ഇങ്ങനെ കടമറ്റത്ത് കത്തനാരുടെ കഥകൾ അനേകമുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ കഥകളിൽ ഒന്നാണ് കള്ളിയങ്കാട്ട് നീലിയുടെ കഥ. അപ്പോൾ കടമറ്റത്ത് കത്തനാരെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും മറ്റു കഥകളും കാര്യങ്ങളും എല്ലാം പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കടമറ്റത്ത് കത്തനാർ കടമറ്റത്ത് പള്ളിയിലുണ്ടായിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരുപാട് പേര് പല ദേശങ്ങളിൽ നിന്ന് വരുമായിരുന്നു. അങ്ങനെ ഒരു വലിയ ശിഷ്യസമ്പത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നും കടമറ്റത്തെ സമ്പ്രദായമെന്നും പറഞ്ഞ് പ്രശസ്തമായ ഒരു സമ്പ്രദായം വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ മഹർഷിമാരും മുനിമാരും എല്ലാം മന്ത്രവാദത്തെ ബേസ് ചെയ്തിട്ട് മന്ത്രസാരം, യന്ത്രസാരം, പ്രയോഗസാരം, പ്രപഞ്ചസാരം അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതേപോലെ കടമറ്റത്ത് കത്തനാരും ഒരുപാട് മന്ത്രവാദ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലെ ഭാഷ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഷയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അതാണ് കടമറ്റത്ത് കത്തനാരുടെ ഒറിജിൻ സ്റ്റോറി. കടമറ്റത്ത് കത്തനാരെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ